ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയിൽ വളരെയധികം എൻക്വയറി വരുന്ന ഒരു കാര്യമായിരുന്നു CSIR UGC നെറ്റ് കോച്ചിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. PG പഠിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കുമായി ഇതാ ടോസ് അക്കാഡമി ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യുകയാണ്. CSIR UGC നെറ്റ് കോച്ചിങ് ഉടനെ തന്നെ ടോസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായ പ്ലാനോട് കൂടി വരുന്ന ഡിസംബറിലെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഉടനെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അതിനു മുന്നോടിയായി ഇന്ന് ടോസ് അക്കാഡമി ഇവിടെ CSIR UGC ലൈഫ് സയൻസിലെ ഫ്യൂ സ്കോറിംഗ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുകയാണ്. വരാനിരിക്കുന്ന ജൂണിലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഡെഡിക്കേറ്റഡ് ആയി പഠിക്കാനും JRF നേടാനും ടോസ് അക്കാഡമിയുടെ CSIR UGC നെറ്റ് കോച്ചിങ് ജോയിൻ ചെയ്യാം. അഡ്മിഷനും മറ്റ് ഡീറ്റെയിൽസിനുമായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലെക്ചർഷിപ്പ് എന്ന നിങ്ങളുടെ പാഷനിലേക്കും അതുപോലെ ഫെലോഷിപ്പോടുകൂടെ ക്വാളിറ്റി റിസർച്ച് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനും ടോസ് അക്കാഡമിയുടെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ക്വാളിഫൈഡ് ഫാക്കൽറ്റി മെന്റർഷിപ്പോട് കൂടെ തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന UGC CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ജൂണിലെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടോസ് അക്കാഡമി ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഡെയിലി ക്വിസസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ക്വിസുകൾ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഈ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇടാം. എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. നൗ നമുക്ക് ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാന്റ് ഫിസിയോളജിയിൽ നിന്നും ഫൈറ്റോ ഹോർമോണായ ജിബ്രലിൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ DB ഡെവലപ്മെന്റൽ ബയോളജിയിൽ നിന്നും വൾവ ഇൻഡക്ഷൻ ഇൻ C. elegans ആൻഡ് മെത്തേഡ്സ് ഇൻ ബയോളജിയിൽ നിന്നും അഗ്രോ ബാക്ടീരിയ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. 3 ടോപ്പിക്കുകളും ഫ്രീക്വൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയകളാണ്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? സോ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈറ്റോ ഹോർമോൺസ് ഓർ പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചാണ്. നമുക്കറിയാം പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്നത് ഒരു സിഗ്നലിംഗ് മോളിക്യൂൾ ആണ്. അതായത് പ്ലാന്റിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റ്സിനും ഹെൽപ്പ് ചെയ്യുന്ന സർട്ടൻ സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ് പ്ലാന്റ് ഹോർമോൺസ്. ഈ പ്ലാന്റ് ഹോർമോൺസ് ബേസിക്കലി 3 ഡെറിവേറ്റീവ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കാം. ദാറ്റ് ഇസ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് ട്രിപ്റ്റോഫാനിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ ആണ് ഓക്സിൻ. അതുപോലെ തന്നെ മെത്തയോണിൻ ഉണ്ട്. മെത്തയോണിൻ അമിനോ ആസിഡിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ ആണ് എത്തിലീൻ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഐസോപ്രിനോയിഡ് പാത്വേ. ഐസോപ്രിനോയിഡ് പാത്വേ വഴി ഫോം ചെയ്യുന്ന സർട്ടൻ അമിനോ ആസിഡ്സ് ഉണ്ട്. അതാണ് നമ്മുടെ സൈറ്റോകൈനിൻ, ജിബ്രലിൻ, അബ്സിസിക് ആസിഡ്, ബ്രാസിനോസ്റ്റിറോയിഡ്സ് ആൻഡ് സ്ട്രിംജോലാക്ടോൺ. ഇനി ലിപ്പിഡ് ഡിറൈവ്ഡ് പ്ലാന്റ് ഹോർമോൺസ് ഉണ്ട്. ലിപ്പിഡ് ലൈക്ക് ആൽഫ ലിനോലിനിക് ആസിഡ് വഴി ഫോം ചെയ്യുന്ന ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് ജാസ്മോണിക് ആസിഡ്. സോ ദിസ് ഇസ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ. നമുക്ക് മെയിൻ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിബ്രലിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിനെ കുറിച്ചാണ്. നൗ നമുക്ക് ജിബ്രലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ജിബ്രലിൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ് കാറ്റഗറിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഒരു ലാർജ് കാറ്റഗറി ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. ഏതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്? ദാറ്റ് ഇസ് ടെർപിനോയിഡ്. ടെർപിനോയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നാണ് ജിബ്രലിൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നൗ ഈ ടെർപിനോയിഡ്സ് ഓർ ടെർപീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു 5 കാർബൺ യൂണിറ്റ് ആണ്. 5 കാർബൺ ഉള്ള യൂണിറ്റ് ആണ് ഈ പറയുന്ന ടെർപീൻസിന്റെ ബേസിക് യൂണിറ്റ്. ഈ 5 കാർബൺ യൂണിറ്റിനെ ഐസോപ്രീൻസ് എന്ന് പറയും. നമ്മൾ ജിബ്രലിൻ അല്ലെങ്കിൽ ജിബ്രലിക് ആസിഡ് എന്ന് പറയും. ഈ പ്ലാന്റ് ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിക് ഡൈടെർപീൻസ് ആണ്. സോ ജിബ്രലിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടെട്രാസൈക്ലിക് ഡൈടെർപീൻ. ജിബ്രലിൻ എന്ന് പറയുന്നത് ഐസൊലേറ്റ് ചെയ്ത് വരുന്നത് ഒരു ഫംജയിൽ നിന്നാണ്. ആൻഡ് ദ ഫംജൈ ഈസ് ജിബ്രല്ല ഫ്യൂജിക്കോറൈ. പ്ലാന്റ്സിന്റെ എംബ്രിയോസിലും റൂട്ടിലും യങ് ലീഫിലും എല്ലാ പ്ലാന്റ് പാർട്സിലും ജിബ്രലിൻ ഫോം ചെയ്യുന്നുണ്ട്. ബേസിക്കലി പ്ലാന്റ് ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ജിബ്രലിൻ. നമ്മൾ പ്ലാന്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജിബ്രലിൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ജിബ്രലിൻസിന് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്, സ്ട്രക്ചറൽ ഫീച്ചർ. അതായത്
ജിബ്രലിൻസ് എല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു എൻ കൗറിൻ റിംഗ് സ്ട്രക്ചറിൽ നിന്നാണ്. ആൻഡ് എല്ലാ ജിബ്രലിൻസിനും ഒരു എൻ ജിബ്രേലിയൻ സ്കെൽട്ടൻ പ്രസന്റ് ആണ്. ഈ എൻ ജിബ്രേലിയൻ സ്കെൽട്ടൻ ക്യാൻ ബി ഓഫ് 20 കാർബൺ ആറ്റം, അല്ലെങ്കിൽ നോൺ എൻ ജിബ്രേലിയൻ സ്കെൽട്ടനും ആകാം. അതിൽ 19 കാർബൺ ആറ്റമേ ഉള്ളൂ. ജിബ്രലിൻസ് എടുത്തു കഴിഞ്ഞാൽ എൻ ജിബ്രേലിയൻ സ്കെൽട്ടൻ ഉണ്ട്, അതിൽ 20 കാർബൺ ആറ്റം ആണുള്ളത്. അതുപോലെ തന്നെ നോൺ എൻ ജിബ്രേലിയൻ സ്കെൽട്ടൻ ഉള്ള ജിബ്രലിൻസും ഉണ്ട്, അവർക്ക് 19 കാർബൺ ആറ്റംസ് ഉണ്ടാകുള്ളൂ. ഇനി നമ്മൾ ജിബ്രലിൻ എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഫുൾ ഡൈടെർപിനോയിഡ് കോംപ്ലിമെന്റ് ഉള്ളവരെയാണ് ഈ 20C കാർബൺ ഉള്ള എൻ ജിബ്രലിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ദി C20GAs. അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ C19GAസും ഉണ്ട്. C19GAs എന്ന് പറയുന്നതാണ് ഈ നോൺ എൻ ജിബ്രേലിയൻ സ്കെൽട്ടൻ ഉള്ളവര്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ C20 എന്ന് പറയുന്ന കാർബൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് മെറ്റബോളിസം. അതാണ് ഈ ബേസിക് 2 type of Gibrallians. Now let us check out about the biologically active Gibralins. 4 Gibralins ആണ് ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ട് വരുന്നത്. GA1, GA3, GA4 and GA7. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ all of them are C19GAs. And ഈ 4 GAsന് they have a 410 lactone. അതുപോലെ തന്നെ ആറാമത്തെ കാർബൺ C6 എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. ആൻഡ് C3 പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പും ഉണ്ട്. ആൻഡ് ദിസ് OH ഗ്രൂപ്പ് ഇസ് ഓൺ ബീറ്റ ഓറിയന്റേഷൻ. ഇതാണ് ബയോളജിക്കലി ആക്റ്റീവ് GAsന്റെ പ്രത്യേകത. നൗ നമുക്ക് ജിബ്രലിന്റെ ബയോസിന്തറ്റിക് പാത്വേ ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി പറഞ്ഞു ജിബ്രലിൻ എന്ന് പറയുന്നത് ഒരു ഡൈടെർപിനോയിഡ് അല്ലെങ്കിൽ ഡൈടെർപീൻ യൂണിറ്റിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ ജെറാനിയൽ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഐസോപ്രിനോയിഡ് ഡൈടെർപീൻ യൂണിറ്റിൽ നിന്നാണ് ജിബ്രലിൻ ഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് എ ഫോർമേഷൻ ഓഫ് എൻ കൗറീൻ. ജെറാനിയൽ ഡൈഫോസ്ഫേറ്റിൽ നിന്നും എൻ കൗറീൻ ഫോം ചെയ്യണം. അതിന് 2 എൻസൈം വരുന്നുണ്ട്. ദ ഫസ്റ്റ് എൻസൈം ഇസ് എൻ കോപ്പാലിയൽ ഡൈഫോസ്ഫേറ്റ് ആൻഡ് ദ അതർ വൺ ഇസ് എൻ കൗറീൻ സിന്തേസ്. ഈ 2 എൻസൈമിന്റെ ആക്ഷൻ വഴിയാണ് എൻ കൗറീൻ ഫോം ചെയ്യുന്നത്. ഇനി എൻ കൗറീനെ നമുക്ക് എൻ കൗറോണിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇവിടെ 2 എൻസൈംസ് വരുന്നുണ്ട്. ദ ഫസ്റ്റ് എൻസൈം ഇസ് എൻ കൗറീൻ ഓക്സിഡേസ്. ഇത് പ്ലാന്റ്സിലാണ് നടക്കുന്നത്. വേറസ് ഫഞ്ചയിലും നടക്കുന്നുണ്ട് ഈ ഫോർമേഷൻ ഓഫ് എൻ കൗറോണിക് ആസിഡ്. ഫഞ്ചയിൽ വരുന്ന എൻസൈം ആണ് P450/1. ഇനി നമ്മൾ അതുപോലെ തന്നെ ഈ എൻ കൗറോണിക് ആസിഡിനെ GA12 ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെയും സെയിം എൻസൈംസ് ആണ് വരുന്നത്. നമ്മുടെ പ്ലാന്റ്സിലാകുമ്പോൾ എൻ കൗറീൻ ഓക്സിഡേസും ആൻഡ് ഫഞ്ചയില് P450/1 ആണ് വരുന്നത്. ഇനി നമുക്ക് GA ബയോളജിക്കലി ആക്റ്റീവ് GA ഫോം ചെയ്യുന്നത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്ലാന്റ്സിലും ഒന്ന് ഫഞ്ചയിലും. നമുക്ക് പ്ലാന്റ്സ് ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പൊ GA12 ആൽഡിഹൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു GA12 ബൈ ദ ആക്ഷൻ ഓഫ് ദി എൻസൈം എൻ കൗറീൻ ഓക്സിഡേസ്. എൻ കൗറീൻ ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മുടെ GA12 ആൽഡിഹൈഡിനെ GA12 ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഉള്ള ഒരു CHO ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നൗ ഹിയർ വി ഹാവ് ദി GA12. ഇനി GA12നെ GA20 അതേപോലെ തന്നെ പാരലൽ ആയിട്ട് GA5ഉം ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. GA20 എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ബൈ ദ ആക്ഷൻ ഓഫ് എൻ എൻസൈം GA20 ഓക്സിഡേസ്. അതുപോലെ തന്നെ GA5 ഫോം ചെയ്യുന്നതും GA3 ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. GA3 ഓക്സിഡേസിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 13 ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ GA20 ഫോം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ GA5ഉം ഫോം ചെയ്തിട്ടുണ്ട്. ഇനി GA20യിൽ നിന്നും ബയോളജിക്കലി ആക്റ്റീവ് GA ഫോം ചെയ്യും, GA5ൽ നിന്നും ബയോളജിക്കലി ആക്റ്റീവ് GA3 ഫോം ചെയ്യും. ആൻഡ് ദിസ് ഹാപ്പൻസ് ബൈ ദ ആക്ഷൻ ഓഫ്
GA3 ഓക്സിഡേസ്. GA3 ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഈ പറയുന്ന GA20നെ GA1ഉം അതേപോലെ GA5നെ ബയോളജിക്കലി ആക്റ്റീവ് GA3യുമാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് പ്ലാന്റ്സിൽ നടക്കുന്ന സ്റ്റെപ്പ്. ഇനി നമുക്ക് ഫഞ്ചയിൽ എടുത്താലോ. ഫഞ്ചയിൽ GA12 ആൽഡിഹൈഡിനെ GA14 ആക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ സെയിം എൻസൈം, ദാറ്റ് ഇസ് P450 bar 1. ഇനി ഈ GA14നെ GA4 ആക്കി മാറ്റും. GA4 ആക്കി മാറ്റുന്നത് P450 bar 2 എന്ന് പറയുന്ന എൻസൈം ആണ്. And this GA4 is converted into biologically active GA by the enzyme P450 bar 3. ഇനി നമ്മുടെ GA4നെ GA7 ആക്കി മാറ്റുന്നുണ്ട്. GA7 ആക്കി മാറ്റുന്നത് GA4 desaturase എന്ന് പറയുന്ന എൻസൈം ആണ്. Now GA7 is converted into biologically active GA3 by the activity of enzyme P450 bar 3. ഇതാണ് ബേസിക് biosynthetic pathway of GA, biologically active GA. So ജിബ്രലിന്റെ ബയോസിന്തറ്റിക് പാത്വേ ഒറ്റ സ്ട്രെച്ചിൽ കേട്ട ചിലപ്പോൾ ഫോളോ ആയിരിക്കില്ല, റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. സോ ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നമുക്ക് മുൻവർഷ CSIR UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിൽ ജിബ്രലിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലാന്റ് ഹോർമോൺ ജിബ്രലിൻ GA are a group of monoterpene, diterpene, triterpenes and sesquiterpene. So it's very clear that is diterpene. അതായത് C20 ഡൈടെർപീൻസിൽ നിന്നാണ്, ഐസോപ്രിനോയിഡ് ഡൈടെർപീൻസിൽ നിന്നാണ് ജിബ്രലിൻ ഫോം ചെയ്തിരിക്കുന്നത്. സോ ഹിയർ വി ഹാവ് ദി ആൻസർ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നൗ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസംബർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഗിവൻ ബിലോ ആർ ദ ലിസ്റ്റ് ഓഫ് പ്ലാന്റ് ഹോർമോൺസ് കോളം X ആൻഡ് their biosynthetic precursor on column Y. നമുക്ക് ഓക്സിൻ നോക്കാം. ഓക്സിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ഡിറൈവ്ഡ് പ്ലാന്റ് ഹോർമോൺ ആണ്. ആൻഡ് ദാറ്റ് അമിനോ ആസിഡ് ഇസ് ട്രിപ്റ്റോഫാൻ. അപ്പോൾ A matches with 3. ഇനി അടുത്തത് സൈറ്റോകൈനിൻ ആണ്. സൈറ്റോകൈനിൻ എന്ന് പറയുന്നത് ഒരു അഡെനോസിൻ മൊയിറ്റി വെച്ചിട്ട് ഫോം ചെയ്യുന്ന ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. സോ B matches with 3. നൗ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്തിലീൻ ഉണ്ട്. എത്തിലീൻ എന്ന് പറയുന്നത് എത്തിലീന്റെ ഡയറക്റ്റ് പ്രിക്കഴ്സർ ആണ്. 1 അമിനോ സൈക്ലോപ്രൊപ്പൈൻ 1 കാർബോക്സിലിക് ആസിഡ് ACC എന്ന് പറയുന്നത് നമ്മുടെ എത്തിലീന്റെ ഡയറക്റ്റ് പ്രിക്കഴ്സർ ആണ്. സോ C matches with 4. നൗ അടുത്തത് ജിബ്രലിൻ ആണ്. ജിബ്രലിൻ നമുക്കറിയാം ജെറാനിയൽ ഡൈഫോസ്ഫേറ്റ് ആണ് ജിബ്രലിന്റെ ബയോസിന്തറ്റിക് പാത്വേയിൽ വരുന്ന പ്രിക്കഴ്സർ. സോ D matches with 1. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. A match with 3, B match with 2, C match with 4 and D match with 1. So the correct answer is option 3. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ മെയ്ഡ് റിഗാർഡിംഗ് ദ പ്ലാന്റ് ഹോർമോൺ ജിബ്രലിൻ. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തത് ജിബ്രലിൻ ആർ യൂബിക്വിറ്റസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ഫഞ്ചൈ. ട്രൂ ആണ്. ജിബ്രലിൻ പ്ലാന്റ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫഞ്ചൈ ഫോം ചെയ്യുന്നുണ്ട്. GA is the most abundant gibberellin produced by the fungus Fusarium fujicorae. ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഫ്യൂസേറിയം ഫ്യൂജിക്കോറൈ അല്ല, ജിബ്രല്ല ഫ്യൂജിക്കോറൈ ആണ് GA1 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫഞ്ചൈ. ആൻഡ് ദ എക്സോജീനസ് ആപ്ലിക്കേഷൻ ഓഫ് GA, അതായത് നമ്മൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുവാണ് ജിബ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ. GA3 stimulate dramatic stem elongation in dwarf maize mutant. ഇപ്പൊ ഡ്വാർഫ് മെയ്സ് മ്യൂട്ടന്റ് എന്ന് പറയുന്നത് അവരിൽ GA3 പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ജിബ്രലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്ത വെറൈറ്റി ആണ്. ജിബ്രലിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? വൈൽഡ് ടൈപ്പിൽ സ്റ്റെം എലോങ്ങേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ വൈൽഡ് ടൈപ്പിൽ മ്യൂട്ടേഷൻ വരുമ്പോഴാണ് ഈ ഡ്വാർഫ് വെറൈറ്റികൾ വരുന്നത്. ആ മ്യൂട്ടേഷനിൽ നമ്മൾ പുറത്തുനിന്ന് എക്സോജീനസ് ആയിട്ട് GA കൊടുക്കുമ്പോൾ സ്റ്റെം എലോങ്ങേഷൻ നടക്കും. സോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. GA3
stimulate dramatic stem elongation in dwarf maize mutant. Maize mutantil, dwarf ആയ maize mutantil ജിബ്രലിൻ എക്സോജീനസ് ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റെം എലോങ്ങേഷൻ നടക്കും. അതുപോലെ തന്നെ വൈൽഡ് ടൈപ്പിൽ നമ്മൾ GA കൊടുക്കേണ്ട കാര്യമില്ല, കാരണം they already produce GA, ജിബ്രലിൻ. And the application of exogenous gibberellin cause upregulation of GA20 oxidase and GA oxidase gene. അപ്പൊ നമ്മൾ എക്സോജീനസ്ലി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന GA20 ഓക്സിഡേസും GA3 ഓക്സിഡേസ് ജീൻ ആക്ടിവേറ്റ് ആകുമെന്നാണ് പറയുന്നത്. ഈ GA20 ഓക്സിഡേസും GA3 ഓക്സിഡേസ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ നടന്നിരിക്കുന്ന ജീനുകളാണ്. അത് ആക്റ്റീവ് ആകില്ല. അത് ആക്റ്റീവ് ആണെങ്കിൽ ഓൾറെഡി ആ പ്ലാന്റ് ജിബ്രലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എക്സോജീനസ്ലി ജിബ്രലിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ ജിബ്രലിൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള പ്രൊസീഡിങ്സ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് GA കൊടുക്കുമ്പോൾ നടക്കുന്നത്, അല്ലാണ്ട് ജീൻ ആക്ടിവേഷൻ അല്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നമ്മൾ നോക്കിയാൽ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് A and C ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ 4. CSIR ലൈഫ് സയൻസ് പ്രിപ്പയർ ചെയ്യുന്നവര് ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് വൾവൽ ഇൻഡക്ഷൻ ഇൻ സി എലിഗൻസ്. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ടോപ്പിക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റൽ ബയോളജിയിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് വൾവൽ ഇൻഡക്ഷൻ ഇൻ സീനോറാബ്ഡിറ്റസ് എലിഗൻസ് അല്ലെങ്കിൽ സി എലിഗൻസ്. അപ്പൊ ആദ്യം നമുക്ക് സി എലിഗൻസ് ഏത് ഗ്രൂപ്പിലാണ്, അവരുടെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. C elegans, it belongs to the phylum Nematoda. Common ആയിട്ട് round worm എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അവർ വരുന്നത്. They are roundworms. Most of the C elegans individuals are hermaphrodites. അതൊരു important point ആണ്. Hermaphrodites എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഇൻഡിവിജ്വലിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ വരുന്നതാണ് hermaphrodite എന്ന് പറയുന്നത്. So C elegans most of them are hermaphrodites. അതായത് about 1 in 1,000 individual is male and the rest are hermaphrodites. അല്ലെ, 1000 മെയിൽ ആയിട്ട് വരുന്നത്, ബാക്കി എല്ലാം തന്നെ hermaphrodites ആണ്. In their early development they are male. പിന്നെ നിങ്ങൾ ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ ഡയഗ്രാമില് ഇവിടെ sperm in spermatheca എന്ന് പറഞ്ഞിട്ടുണ്ട്. Spermatheca എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sperm സ്റ്റോർ ചെയ്യുന്നതാണ്. സ്പെർമാത്തീക്കയിലാണ് സ്പേം സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓവറിയും എഗ്സും എല്ലാം കാണിച്ചിട്ടുണ്ട്. സി എലിഗൻസിന്റെ ഏർലി ഡെവലപ്മെന്റിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സ്പേം മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏർലി ഡെവലപ്മെന്റിൽ സി എലിഗൻസ് മെയില് മാത്രമാണ് ആൻഡ് ഗോണാഡ് പ്രൊഡ്യൂസ് സ്പേം. സ്പേം സ്പെർമാത്തീക്കയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആസ് ദേ ഗ്രോ ഓൾഡർ ദേ ഡെവലപ്പ് ഓവറീസ്. The eggs roll through the region of sperm storage and fertilized inside the nematode. ഈ ഡയഗ്രാമിലെ എഗ്ഗും അതേപോലെ തന്നെ ഓവറി എല്ലാം കാണിച്ചിട്ടുണ്ട്. സോ അവര് ആദ്യത്തെ സ്റ്റേജില് ഏർലി ഡെവലപ്മെന്റിൽ മെയിൽ ആണ്, പിന്നീടാണ് ആസ് ദേ ഗ്രോ ഓൾഡർ അവർ ഓവറീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എഗ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ എഗ്സ് ഇറ്റ് വിൽ റോൾ ത്രൂ ദി റീജിയൻ ഓഫ് സ്പേം സ്റ്റോറേജ്. അല്ലെ, സ്പേം സ്റ്റോർ ചെയ്യുന്ന ഭാഗം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ എഗ്സ് എന്താ ചെയ്യുന്നത്, ഈ എഗ്സ് ഈ ഏരിയയിൽ വന്നിട്ട് ദേ റോൾസ് ഡൗൺ ആൻഡ് ദേ ആർ ഫെർട്ടിലൈസ്ഡ്. They are fertilized inside the nematode. ഈ fertilized egg it will pass out of the body through the vulva. ഇവിടെ വൾവയും ഇവിടെ ഡയഗ്രാമിൽ കാണിച്ചിട്ടുണ്ട്. വൾവയിലൂടെയാണ് ഫെർട്ടിലൈസ്ഡ് എഗ് ബോഡിക്ക് പുറത്തേക്ക് വരുന്നത്. സോ വൾവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റൽ അപ്പാരറ്റസ് ആണ്. സോ നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്, സി എലിഗൻസിലുള്ള ഈ വൾവൽ ഇൻഡക്ഷൻ ആണ്. സോ ആദ്യം നമ്മളൊരു ജനറൽ ഔട്ട്ലൈൻ സി എലിഗൻസിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സി എലിഗൻസിന്റെ വൾവൽ ഇൻഡക്ഷൻ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഇവിടെ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് വൾവൽ ഇൻഡക്ഷന്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ഡയഗ്രാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. സി എലിഗൻസിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഗൊണാഡ്. ഈ ഗൊണാഡിൽ ഒരു ആങ്കർ സെല്ലും കാണാം അല്ലെ. ഗൊണാഡ് ഡാർക്ക് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ റെഡ് കളറിലെ ആങ്കർ സെല്ലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും പോർഷൻ ഇനിയും നമ്മൾ ഇവിടെ എൻലാർജ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് കൊടുക്കുക കേട്ടോ. ഈ എൻലാർജ് ചെയ്തിരിക്കുന്നതിലും ഗൊണാഡ് കാണിച്ചിട്ടുണ്ട്, ആങ്കർ സെല്ലും കാണിച്ചിട്ടുണ്ട്.
ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു 6 സെല്ലുണ്ട്. ആങ്കർ സെല്ലിന് ബിനീത്ത് ആയിട്ട് വെൻട്രൽ സൈഡ് ആയിട്ട് ഒരു 6 പ്രിക്കേഴ്സർ സെൽസ് കാണിച്ചിട്ടുണ്ട്. അത് നെയിം ചെയ്തിരിക്കുന്നത് P3P, P4P, P5P, P6P, P7P and P8P. ഇതാണ് 6 പ്രിക്കേഴ്സർ സെൽസ്. ഇതിനെയാണ് വൾവൽ പ്രിക്കേഴ്സർ സെൽസ് എന്ന് പറയുന്നത്. കാരണം ഇതാണ് വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൾവൽ പ്രിക്കേഴ്സർ സെൽസ് ടോട്ടൽ 6 എണ്ണം ഉണ്ട്. ഇപ്പൊ നോർമലി ഈ പറയുന്ന സെൽസ് എന്ന് പറയുന്നത് ദേ ആർ വെൻട്രൽ എപ്പിഡേർമൽ സെൽസ്. അത് P1P മുതൽ P11P വരെ ഉണ്ട്. പക്ഷെ നമുക്ക് 3 മുതൽ 8 വരെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം ഈ 6 എണ്ണമാണ് വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ആങ്കർ സെല്ല് ഒരു പ്രോട്ടീൻ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടീന്റെ പേരാണ് LIN3. ആങ്കർ സെല്ല് സെക്രേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് LIN3. ഈ പ്രോട്ടീൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രിക്കേഴ്സർ സെൽസിലും LET23 എന്ന് പറയുന്ന ഒരു റിസപ്റ്റർ പ്രസന്റ് ആണ്. എല്ലാ പ്രിക്കേഴ്സർ സെൽസിലും ഈ റിസപ്റ്റർ പ്രസന്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് പ്രോട്ടീൻ? ആങ്കർ സെല്ല് സെക്രേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണ്? LIN3. LIN3നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രിക്കേഴ്സർ സെൽസിൽ LET23 എന്ന് പറയുന്ന റിസപ്റ്റർ പ്രസന്റ് ആണ്. ഇനി ഈ ആങ്കർ സെല്ല് സെക്രേറ്റ് ചെയ്യുന്ന LIN3 പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്യുന്നത് ആരായിരിക്കും? ആങ്കർ സെല്ലിന് തൊട്ട് താഴെ വരുന്ന സെല്ല് ഏതാണ്? P6P ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ LIN3 പ്രോട്ടീൻ റിസീവ് ചെയ്യുന്നത് ആരാണ്? P6P ആയിരിക്കും. P5Pയോ? P5Pയും പ്രോട്ടീൻ റിസീവ് ചെയ്യുന്നുണ്ട്, പക്ഷേ 6നോട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അറ്റ് ദ സെയിം ടൈം 3ഉം 4ഉം 8ഉം എടുക്കുവാണെങ്കിലോ അവർക്ക് ഒട്ടും തന്നെ LIN3 പ്രോട്ടീൻ ലഭിക്കുന്നില്ല. റിസപ്റ്റർ പ്രസന്റ് ആണ്, പക്ഷെ ഈ പ്രോട്ടീൻ അവർക്ക് റിസീവ് ചെയ്യുന്നില്ല. ആങ്കർ സെല്ലിന് തൊട്ടടുത്തുള്ള സെല്ലിനാണ് കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത്. അപ്പൊ ആങ്കർ സെല്ലിന് തൊട്ട് ബിനീറ്റ് വരുന്ന സെല്ല് ഏതാണ്? P6P. ഇറ്റ് റിസീവ്സ് മോർ LIN3 പ്രോട്ടീൻ. അതുകൊണ്ട് തന്നെ അത് പ്രൈമറി ആണ്. ഇറ്റ് ഫോംസ് ദി വൾവൽ സെൻട്രൽ വൾവൽ സെൽസ് ആയിട്ടായിരിക്കും അത് ഫോം ചെയ്യുന്നത്. സെൻട്രൽ വൾവൽ സെൽസ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. അതാണ് പ്രൈമറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ P5P ആൻഡ് P7P ആണെങ്കിലോ അവർക്ക് LIN3 പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട്, പക്ഷെ 6നോട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ആൻഡ് ദേ ബിക്കംസ് ദ സെക്കൻഡറി. അപ്പൊ അവര് ഫോം ചെയ്യുന്നത് വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ഫോം ലാറ്ററൽ വൾവൽ സെൽ. അപ്പൊ സെക്കൻഡറി രണ്ട് ഫോം ചെയ്യുന്നത് എന്താണ്? ലാറ്ററൽ വൾവൽ സെല്ലാണ്. ഇനി അടുത്ത സെൽസ് ഏതൊക്കെയാണ്? P3P, P4P, അതേപോലെ തന്നെ P8P. അവർക്ക് LET23 റിസപ്റ്റർ പ്രസന്റ് ആണ്, പക്ഷെ LIN3 പ്രോട്ടീൻ അവർക്ക് ഒട്ടും തന്നെ ലഭിക്കുന്നില്ല. കാരണം ആങ്കർ സെല്ലിൽ നിന്ന് വളരെ ദൂരെ മാറിയാണ് ആ പ്രിക്കേഴ്സർ സെൽസ് പ്രസന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LIN3 പ്രോട്ടീൻ അവർക്ക് ഒട്ടും ലഭിക്കുന്നില്ല. സോ ദേ ബിക്കംസ് ടെർഷ്യറി. അപ്പൊ അവർ ഫോം ചെയ്യുന്നത് എന്താണ്? ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് എന്ന് പറയുമ്പോൾ സ്കിന്നിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യമാണ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് എന്താണ്? സി എലിഗൻസിലുള്ള ഗോണാഡ്, ആങ്കർ സെൽ, ആങ്കർ സെല്ലിന് തൊട്ട് ബിനീത്ത് വരുന്ന 6 പ്രിക്കേഴ്സർ സെൽസ്, അതേപോലെ തന്നെ ആങ്കർ സെൽ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ LIN3 പ്രോട്ടീൻ, അതിന്റെ റിസപ്റ്റർ ഏതാണ്? LET23. ഈ 6 പ്രിക്കേഴ്സർ സെൽസിനെയാണ് വൾവൽ പ്രിക്കേഴ്സർ സെൽസ് എന്ന് പറയുന്നത്. ഈ 6 എണ്ണത്തില് വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാണ്? P5P, P6P and P7P. 3, 4 and 8 ഹൈപ്പോഡെർമിസ് ആയിട്ടാണ് മാറുന്നത്. സി എലിഗൻസിന്റെ വൾവ ഡെവലപ്മെന്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഏർലി ലാർവൽ സ്റ്റേജ് കാണിച്ചിട്ടുണ്ട്. സി എലിഗൻസിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഗൊണാഡ് കാണിച്ചിട്ടുണ്ട്, ആങ്കർ സെൽ, അതേപോലെ തന്നെ വൾവൽ പ്രിക്കേഴ്സർ സെൽസ്. അത് തന്നെയാണ് ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ലേറ്റർ ലാർവൽ സ്റ്റേജിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി വിപിസിസ് മേക്ക് ദി വൾവ. അല്ലെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രൈമറി ബിക്കംസ് എ സെൻട്രൽ വൾവ, സെക്കൻഡറി ബിക്കംസ് എ ലാറ്ററൽ വൾവ. സോ 3 പ്രിക്കേഴ്സർ സെൽസ് ആണ് വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടെർഷ്യറി ആണെങ്കിലോ ഇറ്റ് ബിക്കംസ് ഹൈപ്പോഡെർമിസ്. ദേ ആർ നോൺ വൾവൽ. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സെല്ലാണ് ആങ്കർ സെൽ. The cell connecting the overlying gonad to the vulval precursor cell is called the anchor cell. അല്ലെ, ഡയഗ്രാമിൽ വളരെ വ്യക്തമാണ്. ഗൊണാഡിനെ പ്രിക്കേഴ്സർ സെൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സെൽ ഏതാണ്? അത് ആങ്കർ സെല്ലാണ്.
Anchor cell secrete ചെയ്യുന്ന പ്രോട്ടീൻ Lin3 protein. It's a relative of epidermal growth factor. Lin3 protein is received by the receptor LET23 receptor tyrosine kinase. അപ്പോൾ ഈ receptor എവിടെയാണ് കാണുന്നത്? Receptor is present on the vulval precursor cells and the signal is transferred to the nucleus through the RTK pathway. RTK pathway എന്താണ്? Receptor tyrosine kinase pathway. Vulval formation participate ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ജീൻ ആണ് Lin39. ഈ ഡയഗ്രാമിൽ L1 ആൻഡ് L3 കാണിച്ചിരിക്കുന്നത് ലാർവൽ സ്റ്റേജസ് ആണ്. ഫസ്റ്റ് ലാർവൽ സ്റ്റേജ്, അതേപോലെ തന്നെ തേർഡ് ലാർവൽ സ്റ്റേജ്. ഫസ്റ്റ് ലാർവൽ സ്റ്റേജിൽ ഇവിടെ സെൽസ് കൊടുത്തിട്ടുണ്ട്. P1P മുതൽ P11P വരെയുള്ള സെൽസ് ഉണ്ട്. പക്ഷേ ഇവിടെ Lin39 ഏറ്റവും കൂടുതൽ എക്സ്പ്രസ്ഡ് ആയിരിക്കുന്നത് ആരിലെല്ലാമാണ്? P3P മുതൽ P8P വരെ. അപ്പൊ അത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചു, അത് വൾവൽ പ്രിക്കേഴ്സർ സെൽസ് ആണ്. സോ 6 വൾവൽ പ്രിക്കേഴ്സർ സെൽസിലും Lin39 ജീൻ അവിടെ എക്സ്പ്രസ്ഡ് ആണ്. പക്ഷേ തേർഡ് ലാർവൽ സ്റ്റേജ് എത്തുമ്പോൾ Lin39 3 സെൽസിൽ മാത്രമാണ് കാണുന്നത്. ഏതൊക്കെയാണ്? P5P, P6P ആൻഡ് P7P. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ 3 സെൽസ് ആണ് വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 3, 4 and P8P, it becomes hypodermis. ഇപ്പൊ Lin39 ജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ലാർവൽ സ്റ്റേജിൽ 6 പ്രിക്കേഴ്സർ സെൽസിലും അത് പ്രസന്റ് ആണ്. പക്ഷേ തേർഡ് ലാർവൽ സ്റ്റേജ് എത്തുമ്പോൾ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ 3 വൾവൽ പ്രിക്കേഴ്സർ സെൽസ്. ഏതൊക്കെയാണ്? വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന P5P, P6P ആൻഡ് P7P. അപ്പൊ ഈ ഒരു ജീനും കൂടി പേര് ഓർത്തു വയ്ക്കുക, Lin39. സോ ഈ ഒരു ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഗൊണാഡ് ഉണ്ട്, ആങ്കർ സെൽ ഉണ്ട്, വൾവൽ പ്രിക്കേഴ്സർ സെൽസ് ഉണ്ട്. 6 വൾവൽ പ്രിക്കേഴ്സർ സെൽസും കൊടുത്തിട്ടുണ്ട്. യെല്ലോ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത് Lin3 പ്രോട്ടീൻ ആണ്. ഏറ്റവും കൂടുതൽ Lin3 പ്രോട്ടീൻ ലഭിക്കുന്നത് P6P ആണ്. ഇറ്റ് ബിക്കംസ് പ്രൈമറി. അതേപോലെ തന്നെ അത് സെൻട്രൽ വൾവയായിട്ട് മാറുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം P5P ആൻഡ് P7P Lin3 പ്രോട്ടീൻ കമ്പാരിറ്റീവില് കുറവാണ് ലഭിക്കുന്നത്. അത് സെക്കൻഡറി ആണ്. ഇറ്റ് ബിക്കംസ് ദി ലാറ്ററൽ വൾവ. അല്ലെ? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 3 പ്രിക്കേഴ്സർ സെൽസ് ഏതൊക്കെയാണ്? അത് P5P, P6P ആൻഡ് P7P ആണ്. ഇനി ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഇവിടെ P6P P7നെയും P5നെയും റിപ്രസ് ചെയ്യുന്നുണ്ട്. അതെന്തോ ഒരു ഇൻഫർമേഷൻ അവിടെ പാസ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, P6P P7നും P5ക്കും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഇൻസ്ട്രക്ഷൻ എന്താ കൊടുക്കുന്നത്? നോട്ട് ടു ബിക്കം സെൻട്രൽ വൾവ. കാരണം P6P മാത്രമാണ് സെൻട്രൽ വൾവയായിട്ട് മാറുന്നത്. 5 ആൻഡ് 7 സെൻട്രൽ വൾവയായിട്ട് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. സോ P6P 7നും 5നും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, നോട്ട് ടു ബിക്കം സെൻട്രൽ വൾവ, ലാറ്ററൽ വൾവയായിട്ട് മാറിയാൽ മതി. ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാ കൊടുക്കുന്നത്? ഒരു സിഗ്നൽ ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് Lin12 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. P5P and P7P receive the signal through the Lin12 protein on their cell membrane. Lin12 protein വളരെ ഇമ്പോർട്ടന്റ് ആണ്. Lin12 protein ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? P6P ആണ്. ഈ P6P Lin12 protein ആർക്കാണ് കൊടുക്കുന്നത്? P7Pക്കും P5Pക്കും. അതൊരു ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് 7ഉം 5ഉം സെൻട്രൽ വൾവയായിട്ട് മാറരുത്, ലാറ്ററൽ വൾവയായിട്ട് മാറിയാൽ മതി. ആ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് P6P കൊടുക്കുന്നത്. ആങ്കർ സെൽസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇഫ് ഇൻ കേസ് ഈ ആങ്കർ സെല്ല് ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വൾവൽ ഫോർമേഷൻ അവിടെ സംഭവിക്കില്ല. ഇഫ് ആങ്കർ സെൽ ഇസ് ഡിസ്ട്രോയ്ഡ്, വൾവൽ പ്രിക്കേഴ്സർ സെൽസ് വിൽ നോട്ട് ഫോം വൾവ. വൾവ ഫോർമേഷൻ അവിടെ നടക്കില്ല. ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് ബിക്കംസ് ദ പാർട്ട് ഓഫ് ഹൈപ്പോഡെർമിസ്. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കാം. ആങ്കർ സെൽ അവിടെ ഇല്ല, അല്ലെ? ആങ്കർ സെല്ല് ഡിസ്ട്രോയ് ആയിപ്പോയി. ഗൊണാഡ് പ്രസന്റ് ആണ്, പക്ഷെ ആങ്കർ സെൽ ഉണ്ടെങ്കിലല്ലേ Lin3 പ്രോട്ടീൻ അവിടെ സെക്രീറ്റഡ് ആവുള്ളൂ. അപ്പൊ Lin3 പ്രോട്ടീൻ അവിടെ സെക്രീറ്റഡ് ആവുന്നില്ല. VPCCന് ഒന്നും Lin3 പ്രോട്ടീൻ ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വൾവൽ ഫോർമേഷൻ സംഭവിക്കുന്നില്ല. എല്ലാ സെൽസും, എല്ലാ പ്രിക്കേഴ്സർ സെൽസും ടെർഷ്യറി ആയിട്ടാണ് മാറുന്നത്. ദാറ്റ് മീൻസ് അത് ഹൈപ്പോഡെർമിസ് ആയിട്ട് മാറും. അവിടെ വൾവൽ ഫോർമേഷൻ അവിടെ നടക്കില്ല. അടുത്ത ഒരു പോയിന്റ് പറയാനുള്ളത്, ഇപ്പൊ വൾവൽ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെന്ററിലുള്ള 3 പ്രിക്കേഴ്സർ സെൽസിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടല്ലോ. ഇൻ കേസ് സെന്ററിലുള്ള 3 പ്രിക്കേഴ്സർ സെൽസ് ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും?
ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ സി എലിഗൻസിന്റെ ഡയഗ്രാം ശ്രദ്ധിക്കുക. ആങ്കർ സെൽ ഉണ്ട്, ഗൊണാഡ് ഉണ്ട്, അതേപോലെ തന്നെ അവർ ആ ലിൻ3 പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെന്ററിലുള്ള 3 പ്രിക്കോഴ്സർ സെൽസ് ഏതൊക്കെയാണ്? P7P ഡിസ്ട്രോയ് ആയിപ്പോയി, P6P ഡിസ്ട്രോയ് ആയി, P5P അങ്ങനെ പ്രധാനപ്പെട്ട 3 പ്രിക്കോഴ്സർ സെൽസും ഡിസ്ട്രോയ് ആയി പോയി. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? വൾവൽ ഫോർമേഷൻ അവിടെ സംഭവിക്കുമോ ഇല്ലയോ? അപ്പൊ വൾവൽ ഫോർമേഷൻ തീർച്ചയായിട്ടും അവിടെ ഫോം ചെയ്യും. നോർമലി നമുക്കറിയാം P8P അത് ഹൈപ്പോഡെർമിസ് ആയിട്ട് മാറും. അതേപോലെ തന്നെ P4P ആൻഡ് P3P ഹൈപ്പോഡെർമിസ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് സെന്ററിലുള്ള 3 പ്രിക്കോഴ്സർ സെൽസ് അവിടെ ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സെൽസ് വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ബാക്കിയുള്ള 3 പ്രിക്കോഴ്സർ സെൽസും അവിടെ വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെന്ററിലുള്ള 3 പ്രിക്കോഴ്സർ സെൽസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ജോലി ബാക്കിയുള്ള പ്രിക്കോഴ്സർ സെൽസ് ചെയ്തോളും. P8P, P4P ആൻഡ് P3P വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. So if the 3 central VPCs are destroyed, the 3 outer cells which normally form the hypodermis generate vulval cells instead. ഈ പോയിന്റ് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. മിക്കവാറും ഈ സി എലിഗൻസിന്റെ വൾവൽ ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ട് എക്സ്പെരിമെന്റൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ CSIR ചോദിക്കാറുള്ളത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതൊരു പ്രീവിയസ് CSIR ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിംഗ് ദ വൾവ ഡെവലപ്മെന്റ് ഇൻ സി എലിഗൻ ദി ആങ്കർ സെൽ പ്രൊഡ്യൂസ് ലിൻ3 പ്രോട്ടീൻ which interacts with lead23 protein present on 6 vulval precursor cell that form an equivalence group. The central lineage cell, that is the P6P, adopt primary fate. Adjacent VPCs, that is the P5P and P7P, adopt secondary fate. And rest VPCs adopt tertiary fate. And few mutants and phenotypes are listed in the table given below. The correct item match ചെയ്യണം. കോളം എയിൽ മ്യൂട്ടൻസ് കൊടുത്തിട്ടുണ്ട്, കോളം ബിയിൽ ഫിനോടൈപ്പ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. സോ നമുക്ക് കോളം എയിൽ ആദ്യമായിട്ട് നോക്കാം. ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ലിൻ3. ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ലിൻ3 എന്ന് പറയുമ്പോൾ ലിൻ3 അവിടെ ഇല്ല അല്ലെ? അപ്പൊ അവിടെ എന്താ അവിടെ ഫോം ചെയ്യേണ്ടത്? ലിൻ3 അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കേണ്ടത്? നോ വൾവ അല്ലെ? വൾവൽ ഫോർമേഷൻ അവിടെ സംഭവിക്കില്ലല്ലോ. ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ലിൻ3. അങ്ങനെ കോളം ബിയിൽ നമുക്ക് കൃത്യമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഏതാ? നോ വൾവ എന്നുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഏതാ? നാലാമത്തെ അല്ലേ? നാലാമത്തെ നോക്കിയേ. All VPCs adopt tertiary fate അല്ലെ? പ്രൈമറി അവിടെ ഇല്ല, സെക്കൻഡറി അവിടെ ഇല്ല, എല്ലാം tertiary fate ആയിരിക്കും. അതായത് എല്ലാവരും ഫോം ചെയ്യുന്നത് എന്താണ്? വൾവ അവിടെ ഫോം ചെയ്യുന്നില്ല, എല്ലാ ഹൈപ്പോഡെർമിസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ നോ വൾവ എന്നുണ്ടായിരുന്നെങ്കിൽ അതും ശരിയായിരുന്നേനെ. സെയിം മീനിങ് തന്നെയാണ് ഈ നാലാമത്തെ ഓപ്ഷനിൽ വരുന്നത്. All VPCs adopt tertiary fate. സോ എ നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് നാലാമത്തേലേക്കാണ്. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും A4 കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് നോക്കാം. ബി, ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ലിൻ3 ആൻഡ് ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് lead23. അപ്പൊ ആദ്യത്തേത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ? ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ലിൻ3 എന്ന് പറയുമ്പോൾ അവിടെ വൾവൽ ഫോർമേഷൻ അവിടെ ഫോം ചെയ്യുന്നില്ല. പക്ഷേ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് lead23. അപ്പൊ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് lead23 എന്ന് പറയുമ്പോഴേക്കും അവിടെ ആ മ്യൂട്ടേഷൻ മൂലം അല്ലെ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അപ്പൊ lead23 അവിടെ ഓവർ ആയിട്ട് എക്സ്പ്രസ്ഡ് ആവുന്നു അല്ലെ? ഓവർ എക്സ്പ്രസ്ഡ് ആവുന്നു lead23. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ലിൻ3 ഇല്ലെങ്കിലും ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ലിൻ3 ആണ്. ലിൻ3 അവിടെ ഇല്ല, പക്ഷെ lead23 അവിടെ ഓവർ ആയിട്ട് എക്സ്പ്രസ്ഡ് ആവുന്നു മ്യൂട്ടേഷൻ മൂലം. ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അങ്ങനെ ഓവർ എക്സ്പ്രസ്ഡ് ആവുമ്പോഴേക്കും അവിടെ സിഗ്നൽ പാത്വേ അവിടെ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. സിഗ്നൽ പാത്വേ അവിടെ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. വൾവൽ ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ ഫോം ചെയ്യുന്നത്? അവിടെ ഫോം ചെയ്യുന്നത് മൾട്ടി വൾവയാണ് ഫോം ചെയ്യുന്നത് അല്ലെ? കാരണം ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് lead23 ആണ്. അവിടെയുള്ള എല്ലാ സെൽസിലും അല്ലെ? 6 പ്രിക്കോഴ്സർ സെൽസ് മാത്രമല്ല, ബാക്കിയുള്ള സെൽസ് എല്ലാം ഉണ്ടല്ലോ. എല്ലാത്തിനും lead23 റിസപ്റ്റർ ഉണ്ട്. എല്ലാ റിസപ്റ്ററും അവിടെ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്, ഓവർ എക്സ്പ്രസ്ഡ് ആവുന്നുണ്ട്, സിഗ്നലിംഗ് പാത്വേ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടി വൾവ കണ്ടീഷൻ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ ബി നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് 2ലേക്ക് തന്നെയാണ്. കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി സി നോക്കാം. റെഡ്യൂസ്ഡ് ഫംഗ്ഷൻ ഓഫ് ലിൻ3. ലിൻ3 അവിടെ പ്രസന്റ് ആണ്, പക്ഷെ അത് റെഡ്യൂസ്ഡ് ഫംഗ്ഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഈ 3ലേക്ക് തന്നെയാണ്. P6P അഡോപ്റ്റ് പ്രൈമറി ഫേറ്റ് അല്ലെ? P6P അത് നോർമലി P6P തന്നെയാണ് പ്രൈമറി ഫേറ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്.
പക്ഷേ ഇവിടെ റെസ്റ്റ് ഓഫ് ദ VPCs they adopt tertiary fate. ഇപ്പൊ നോർമലി P6P പ്രൈമറി ഫേറ്റ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിനടുത്ത് വരുന്ന തൊട്ടപ്പുറത്ത് വരുന്ന രണ്ട് സെൽസും അവിടെ സെക്കൻഡറി ആണ് ആവേണ്ടത്. പക്ഷേ ഇവിടെ LIN3 കുറവായതുകൊണ്ട് റെഡ്യൂസ്ഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് P6P പ്രൈമറി ഫേറ്റ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ VPCs they will adopt tertiary fate. അവിടെ സെക്കൻഡറി അവിടെ ഫോം ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? LIN3 അവിടെ വളരെ റെഡ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് P6P മാത്രം പ്രൈമറി ഫേറ്റ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സെൽസ് എല്ലാം ടെർഷ്യറി ഫേറ്റ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. സോ അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. സി മൂന്നാമത്തേതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അത് കറക്റ്റ് തന്നെയാണ്. ബിയും സിയും കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഉത്തരം എഴുതിയിരിക്കുന്നത്. ഡി നോക്കാം. ഓവർ എക്സ്പ്രഷൻ ഓഫ് LIN3. LIN3 ഓവർ എക്സ്പ്രഷൻ ആണ്. LIN3 ഓവർ എക്സ്പ്രഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് 1 തന്നെയാണല്ലോ. അപ്പൊ 1 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. LIN3 ഓവർ എക്സ്പ്രഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? P5P, P6P and P7P അഡോപ്റ്റ് പ്രൈമറി ഫേറ്റ് അല്ലെ? വ്യത്യാസം നോക്കിയാൽ നോർമലി പ്രൈമറി ഫേറ്റ് ആരാ വരുന്നത്? P6P മാത്രമാണ് പ്രൈമറി ഫേറ്റ് വരുന്നത്. പക്ഷെ ഇവിടെ LIN3 ഓവറായിട്ട് എക്സ്പ്രസ്ഡ് ആയതുകൊണ്ട് നോർമലി സെക്കൻഡറി ഫേറ്റ് വരേണ്ട P5Pയും P7Pയും പ്രൈമറി ഫേറ്റ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം LIN3 അവിടെ ഓവർ എക്സ്പ്രസ്ഡ് ആയതുകൊണ്ട്. At the same time, P4P and P8P adopt secondary fate. അല്ലെ? അത് 4Pയും 8Pയും ടെർഷ്യറി ആണ് ആവേണ്ടിയിരുന്നത്. പക്ഷെ അത് സെക്കൻഡറി ഫേറ്റ് ആയിട്ട് മാറി. കാരണം അവിടെ LIN3 ഓവർ എക്സ്പ്രസ്ഡ് ആയതുകൊണ്ട്. ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു പ്രീവിയസ് ESIR ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ഒരു മ്യൂട്ടൻസും അതിന്റെ ഫീനോടൈപ്പും ആണ്. അപ്പൊ നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഉത്തരം മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. Next question. In C. elegans, an anchor cell and a few hypodermal cells take part in the formation of vulva. The experiment performed to understand the role of these cells in vulva formation and the result obtained are as follows. എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള 3 റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. 3 എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. If the anchor cell is killed by the laser beam, hypodermal cell do not participate in vulval formation and no vulva develops. ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്താണ്? ആങ്കർ സെൽ കിൽഡ് ബൈ മീൻസ് ഓഫ് എ ലേസർ ബീം. ആങ്കർ സെൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നോ വൾവ ഫോർമേഷൻ ആണ്. അതാണ് ആദ്യത്തെ എക്സ്പെരിമെന്റ്. രണ്ടാമത്തേത്, ഇഫ് 6 ഹൈപ്പോഡെർമൽ സെൽസ് ക്ലോസ്ലി ലൊക്കേറ്റഡ് വിത്ത് ദി ആങ്കർ സെൽ ആർ കിൽഡ്, നോ വൾവ ഡെവലപ്സ്. 6 പ്രിക്കഴ്സർ സെൽസ് ഉണ്ടല്ലോ, 6 സെൽ. ഈ 6 സെല്ല് കിൽഡ് ആണെങ്കിൽ, 6 വൾവൽ പ്രിക്കഴ്സർ സെൽസും കിൽഡ് ആണെങ്കിൽ അവിടെ വൾവ അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല അല്ലെ? അതും കറക്റ്റ് ആണ്. അതാണ് രണ്ടാമത്തെ എക്സ്പെരിമെന്റ്. ഇനി മൂന്നാമത്തെ എക്സ്പെരിമെന്റ്, ഇഫ് ദ 3 സെൻട്രൽ വൾവൽ പ്രിക്കഴ്സർ സെൽസ് ആർ ഡിസ്ട്രോയിഡ്, ദ 3 ഔട്ടർ സെൽ വിച്ച് നോർമലി ഫോം ദി ഹൈപ്പോഡെർമിസ് ടേക്ക് ദ ഫേറ്റ് ഓഫ് വൾവൽ സെൽ ഇൻസ്റ്റെഡ്. അല്ലെ? നമ്മൾ ഓൾറെഡി എക്സ്പെരിമെന്റ് പറഞ്ഞതാണ്. സെന്ററിലുള്ള 3 വൾവൽ പ്രിക്കഴ്സർ സെൽസ് ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള സെൽസ് നോർമലി ഹൈപ്പോഡെർമിസ് ആവേണ്ട സെൽസ് വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ 3 എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ റിസൾട്ടും ആണ് കൊടുത്തിരിക്കുന്നത്. Following are the statement regarding the vulval formation. അപ്പൊ ഇവിടെ വൾവൽ ഫോർമേഷനെ ബേസ് ചെയ്തിട്ട് ഒരു 5 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Which combination of the above statement has been derived from the above experimental result? അല്ലെ? 3 എക്സ്പെരിമെന്റ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നമുക്കറിയാം. സോ ഈ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ആ കോമ്പിനേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. സോ ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ആങ്കർ സെൽ ആക്ട് ആസ് ആൻ ഇൻഡ്യൂസർ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആണ് അല്ലെ? അതല്ലേ ആദ്യത്തെ എക്സ്പെരിമെന്റ്. ആങ്കർ സെല്ല് കിൽഡ് ആണെങ്കിൽ ബൈ മീൻസ് ഓഫ് ലേസർ ബീം വൾവൽ ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ആങ്കർ സെൽ ആക്ട്സ് ആസ് ആൻ ഇൻഡ്യൂസർ. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി ബി നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 6 ഹൈപ്പോഡെർമൽ സെൽ വിത്ത് പൊട്ടൻഷ്യലി ടു ഫോം വൾവ ഫോംസ് ആൻ ഇക്വാലൻസ് ഗ്രൂപ്പ് അല്ലെ? ഇപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് അതാണല്ലോ പ്രൂവ് ചെയ്യുന്നത്. 6 ഹൈപ്പോഡെർമൽ സെൽസ് ക്ലോസ്ലി ലൊക്കേറ്റഡ് ആണ്. when they are killed no vulva develops. അതിനർത്ഥം എന്താണ്? ഈ 6 hypodermal cells they have the potential to form the vulva and they form an equivalence group. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബിയും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്.
ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 3 out of 6 ഹൈപ്പോഡെർമൽ സെൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി വൾവൽ ഫോർമേഷൻ അല്ലെ, അതല്ലേ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് പറയുന്നത്. 3 വൾവൽ സെൻട്രൽ വൾവൽ പ്രിക്കേഴ്സർ സെൽസ് ഡിസ്ട്രോയ് ആകുമ്പോൾ ബാക്കിയുള്ള സെൽസ് വൾവൽ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? 3 out of 6 ഹൈപ്പോഡെർമൽ സെൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി വൾവൽ ഫോർമേഷൻ. വൾവൽ ഫോർമേഷനിൽ മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 3 സെൽസ് ആണ് അല്ലെ. 6 പ്രിക്കേഴ്സർ സെൽസ് ഉണ്ടെങ്കിലും അവിടെ സെന്ററിലുള്ള 3 സെൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. ദെൻ ഡി ആൻഡ് ഇ നോക്കുക. ദ സെൻട്രൽ സെൽ, ഡി സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് ദ സെൻട്രൽ സെൽ ഫങ്ഷൻസ് ആസ് ദി പ്രൈമറി സെൽ ആൻഡ് ദ 2 സെൽ ഓൺ ദ ബോത്ത് സൈഡ് ആക്ട് ആസ് ദി സെക്കൻഡറി സെൽ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നേരത്തെ പറഞ്ഞിട്ടില്ല അല്ലെ. ദ സെൻട്രൽ സെൽ പ്രൈമറി സെൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, 2 സെൽ ഓൺ ദ ബോത്ത് സൈഡ് ആക്ട് ആസ് ദി സെക്കൻഡറി സെൽ. അത് കറക്റ്റ് ആണ്. പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത 3 എക്സ്പെരിമെന്റിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റ് അവിടെ ഇല്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പ്രൈമറി സെൽ സെക്രീറ്റ്സ് എ ഷോർട്ട് റേഞ്ച് ഓഫ് ജസ്റ്റാക്കുറൈൻ സിഗ്നൽ. ഇതില് 5 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞെങ്കിലും നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വിച്ച് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി എക്സ്പെരിമെന്റൽ റിസൾട്ട്. ഈ 3 എക്സ്പെരിമെന്റ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കോമ്പിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ കറക്റ്റ് ഉത്തരമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ എ. ഇവിടെ എ, ബി ആൻഡ് സി അല്ലെ, 3ഉം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എ, ബി, സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്ലാസ് അഗ്രോബാക്ടീരിയം മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം അഗ്രോബാക്ടീരിയത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊരു റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. അഗ്രോബാക്ടീരിയ എന്ന് പറയുന്നത് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. സോയിൽ പാത്തജൻ ആണ്. മെയിൻ ആയിട്ട് എവിടെയാണ് ഉണ്ടാവുന്നത്? സോയിലാണ് കാണുന്നത്. പിന്നെ ഇവയ്ക്ക് 6 ഫ്ലജല്ല വരെയൊക്കെ കാണാൻ പറ്റും. ഫ്ലജല്ല എന്തിനാണ്? ലൊക്കോമോഷന് വേണ്ടി, മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഫ്ലജല്ല. ഒരു 6 എണ്ണമൊക്കെ അഗ്രോബാക്ടീരിയത്തിൽ കാണാൻ സാധിക്കും. അതും പെരിയട്രൈക്കസ് ഫോമിലാണ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബാക്ടീരിയന്റെ ബോഡി ആണെങ്കിൽ അതിന്റെ ബോഡി, ഓവറോൾ ബോഡി മുഴുവൻ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഫ്ലജല്ല. ഇപ്പൊ 6 കൂടുതലുണ്ട്. ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ അതിന്റെ ഓവറോൾ ബോഡി മുഴുവൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ കാണുന്നതിനാണ് പെരിട്രൈക്കസ് ഫോം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അഗ്രോബാക്ടീരിയത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അടുത്താണ് ഇതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് അഗ്രോബാക്ടീരിയം. കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ എന്നാണ് അഗ്രോബാക്ടീരിയം കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ, ജെൻ ക്ലോണിങ്ങിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മൈക്രോ ഓർഗാനിസം ആണ് അഗ്രോബാക്ടീരിയം. ഇതിന് ടി പ്ലാസ്മിഡ് പ്രസന്റ് ആണ്. നമുക്കറിയാം ബാക്ടീരിയയിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് പ്ലാസ്മിഡ്. ചില എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് പ്ലാസ്മിഡ്. ബാക്ടീരിയ ക്രോമസോമിന്റെ പുറമെ ഇതുപോലെ ഇവിടെ കണ്ടോ, ഇതൊരു ബാക്ടീരിയ ക്രോമസോം ആണ്. അതിന് പുറമെ ഡിസ്റ്റന്റ് ആയിട്ട് വേറൊരു സ്ട്രക്ചർ കണ്ടോ, സ്മോൾ സർക്കുലർ ഡബിൾ സ്ട്രാൻഡ് DNA ആണത്. ഇതിനെയാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അഗ്രോബാക്ടീരിയത്തിൽ TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. ഇതാണ് നമ്മൾ ജീൻ ക്ലോണിങ്ങിനൊക്കെ പ്രധാനമായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള പ്ലാസ്മിഡ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ അഗ്രോബാക്ടീരിയ എന്ത് ചെയ്യും? പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യും. പ്രധാനമായിട്ടും ഡൈക്കോട്ട് പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യും. എന്നിട്ട് അത് ഡിസീസ് കോസ് ചെയ്യും. ആ പ്ലാന്റിന് ഡിസീസ് കോസ് ചെയ്യും. ഈ അഗ്രോബാക്ടീരിയ തന്നെ 2-3 സ്പീഷീസുകളുണ്ട്. ഇമ്പോർട്ടന്റ് 2-3 സ്പീഷീസുകൾ. അവ ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യമാണ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ഫസ്റ്റ് വൺ ഈസ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് ഹാസ് DI പ്ലാസ്മിഡ്. DI പ്ലാസ്മിഡ് ഉള്ള സ്പീഷീസ് ആണ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ഇവ എന്ത് ചെയ്യും? ട്യൂമർ ഇൻഡക്ഷൻ നടത്തും. നമുക്കറിയാം TH ട്യൂമർ ഇൻഡ്യൂസ് എന്നാണ് അർത്ഥം. അപ്പൊ ഇത് ട്യൂമർ ഇൻഡക്ഷൻ നടത്തും ഈ പ്ലാസ്മിഡ് ഉള്ള അഗ്രോബാക്ടീരിയം. അതിനെയാണ് ഗ്രൗണ്ട് ഗാൾ ട്യൂമർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഗാൾ ട്യൂമർ ഇവിടെ വരുത്തും, പ്ലാന്റ്സിന് വരുത്തും. ഇവ ഇൻഫെക്ട് ചെയ്യുന്ന പ്ലാന്റ്സിന് ഗ്രൗണ്ട് ഗാൾ ഡിസീസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്യൂമർ ആയിരിക്കും കോസ് ചെയ്യുക. അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് മറ്റൊരു പേരാണ് അഗ്രോബാക്ടീരിയം റേഡിയോബാക്ടർ ആൻഡ് റൈസോബിയോ റേഡിയോബാക്ടർ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്തതാണ് അഗ്രോബാക്ടീരിയം റൈസോജെയിൻസ്.
ഇവയിൽ എന്താണ് കാണുന്നത്? RI പ്ലാസ്മിഡ് ആണ്, റൂട്ട് ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ആണ് കാണുന്നത്. വെച്ചാല് TIന്റെ അനലോഗ് തന്നെയാണ് RI പ്ലാസ്മിഡ്. ഇപ്പൊ റൂട്ട് ഇൻഡ്യൂസിങ് ആകുമ്പോൾ എന്താവും? ഹെയറി ഡിസീസ് ആണ് കാണാം. റൂട്ടൊക്കെ ഭയങ്കര തിക്കായിട്ട് വളരുന്ന അസുഖമാണ് ഹെയറി ഡിസീസ്. റൂട്ട് ഹെയറി ഡിസീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതാണ് പ്ലാന്റ്സിൽ ഇത് കോസ് ചെയ്യുക. അഗ്രോബാക്ടീരിയം റൈസോജീൻസ്. മറ്റൊന്ന് നോക്കുവാണെങ്കിൽ അഗ്രോബാക്ടീരിയം റൂബി. ഇത് ഷുഗർ കെയിനില് കെയിൻകാള് വരുത്തും, ട്യൂമർ വരുത്തുന്നതാണ് അഗ്രോബാക്ടീരിയം ട്യൂബി. ലാസ്റ്റ് വൺ ഈസ് അഗ്രോബാക്ടീരിയം വിറ്റെക്സ്, ഗാൾ ഇൻ ഗ്രേപ്സ് പ്ലാന്റ്. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ഈ ഭാഗത്ത് ചോദിക്കാറ്. അപ്പം നമ്മൾ പ്ലാന്റ്സ് ഒക്കെ മാറ്റിയിട്ടാണ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം നന്നായിട്ട് റിവിഷൻ നടത്തി ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഒന്ന് ഓർത്ത് വെക്കണം. ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. ഈ സ്ട്രക്ചർ നമുക്ക് വരുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റുകളുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പിന്നെ സെന്റൻസ് അത് ശരിയോ തെറ്റോ ഇൻകറക്റ്റ് ഏതാന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് വരാൻ, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഇമേജ് ആണ്. നമുക്ക് നോക്കാം. TI പ്ലാസ്മിഡിന്റെ സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഇമേജ് ആണ് തന്നിരിക്കുന്നത്. അതിന് ഒരുപാട് ഇമ്പോർട്ടന്റ് റീജിയൻസ് ഉണ്ട് TI പ്ലാസ്മിഡിന്. അതിൽ ഫസ്റ്റ് വണ് tDNA റീജിയൻ. ഈ tDNA റീജിയൻ ആണ് നമ്മൾ പ്ലാന്റിലെ ജീനോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറ്. അല്ലാതെ TI പ്ലാസ്മിഡ് മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്യാറില്ല. tDNA റീജിയൻ ഇവ രണ്ടെന്ന് കട്ട് ചെയ്യും, ക്ലീവ് ചെയ്തിട്ട് ഇതിനെയാണ് നമ്മൾ പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ജീൻ ക്ലോണിങ്ങിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഒരു ജീൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ ഇവിടെ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിനെ പ്ലാന്റ്സിലേക്ക് കൊടുക്കുക. അപ്പം ഇതിന് ലെഫ്റ്റ് ബോർഡറും കാണാം, റൈറ്റ് ബോർഡറും ഉണ്ട്. അപ്പം ഈ എൻഡോന്യൂക്ലിയസ് വന്നിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഇതിനെ ക്ലീവ് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഓക്സിസിന്തസിസ് എന്ന് കാണാം, സൈറ്റോകൈൻ സിന്തസിസ് ആണ്. ഇത് രണ്ടും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. അപ്പം ഇവര് ഈ ഒരു ടോപ്പിക്കില് ഇവിടെ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിപ്പോ ട്യൂമർ ഫോർമേഷൻ നടത്താൻ വേണ്ടി വളരെ, അല്ലെങ്കിൽ സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകളാണ് ഓക്സിനും സൈറ്റോകൈനും. അപ്പോൾ ഓക്സിനും സൈറ്റോകൈനും ഒരേ അളവിലാണെങ്കിലാണ് കാലസ് ഫോം ചെയ്യുക, അൺഡിഫറൻഷിയേറ്റഡ് സെൽ മാസ് ഉണ്ടാകുക. അതിനെ ട്യൂമർ അല്ലെങ്കിൽ കാലസ് എന്ന് പറയുന്നത്. ഓക്സിൻ കൂടുതലായിട്ടാണെങ്കിൽ അധികം റൂട്ടാണ് അവിടെ ഉണ്ടാകുക. സൈറ്റോകൈൻ ആണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ അധിക ഷൂട്ടിന്റെ പ്രസൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഓക്സിജൻ കൂടിയിട്ടുണ്ടെങ്കിൽ റൂട്ടും, സൈറ്റോകൈനും കൂടിയിട്ടുണ്ടെങ്കിൽ ഷൂട്ടും ആണ് ഉണ്ടാവുക. എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. കൂടാതെ രണ്ടിന്റെ അളവ് സെയിം ആണെങ്കിൽ അവിടെ കാലസ് ഫോർമേഷൻ നടക്കും. ഒപ്പൈൻ സിന്തസിസും ഈ tDNA റീജിയനിലാണ് കാണുന്നത്. പക്ഷെ ഒപ്പൈന്റെ കാറ്റബോളിസം എവിടെയാണ്? ഔട്ട്സൈഡ് ഓഫ് ദി tDNA ആണ്. ബട്ട് TI പ്ലാസ്മിഡ് ഉള്ള ഒരു റീജിയൻ ആണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കണം. ഒപ്പൈൻ സിന്തസിസ് tDNA റീജിയന്റെ ഉള്ളിലും, ഒപ്റ്റൈൻ കാറ്റബോളിസം എന്ന് പറയുന്നത് TI പ്ലാസ്മിഡിന്റെ റീജിയൻ ആണെങ്കിലും tDNA റീജിയന്റെ ഉള്ളിലല്ല വരുന്നത്. പിന്നെയാണ് റെപ്ലിക്കേഷൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഈ ഒരു റീജിയന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെപ്ലിക്കേഷൻ, ഈ ഒരു ബാക്ടീരിയയൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഈ പ്ലാസ്മിഡൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന റീജിയൻ ആണിത്. അടുത്താണ് വിർ റീജിയൻ. ഈ വിർ റീജിയനിൽ ഒരുപാട് വിർ ജീൻസുകളുണ്ട്. ABCG എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ജീനുകൾ. അതിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടി അത് നമുക്ക് ഓരോന്നും പഠിക്കേണ്ടതുണ്ട്. മാച്ച് ദ ഫോളോയിങ് 100% ആയ ക്വസ്റ്റ്യൻ വരുമെന്ന് അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. tDNA റീജിയൻ ഉണ്ട്, അതിന് റൈറ്റ് ബോർഡറും ഉണ്ട്, ലെഫ്റ്റ് ബോർഡറും ഉണ്ട്. ഓക്സിജൻ, സൈറ്റോകൈനും ഒപ്പൈൻ സിന്തസിസും ഒക്കെ നടക്കുന്നത് ഈ റീജിയനിലാണ്. ഈ ഒരു റീജിയനാണ് നമ്മൾ പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനു വേണ്ടി സഹായിക്കുന്നതാണ് വിർ റീജിയനും ഒക്കെ. പിന്നെ നോക്കേണ്ടത് ഈ കാറ്റബോളിസം. ഒപ്പൈൻ കാറ്റബോളിസം നടക്കുന്നത് റീജിയന്റെ ഔട്ട്സൈഡ് ആണ്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് TI പ്ലാസ്മിഡില് വിർ റീജിയൻ ഉണ്ട്. അവിടെ ഒരുപാട് വിർ ജീൻസുകളുണ്ട്. അതിന് ഓരോന്നിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണുള്ളത് ഈ ജീൻ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ. അപ്പം അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെയാണ് വിർ എ. വിർ എ എന്ന് വെച്ചാൽ ഒരു കൈനേസ് പ്രോട്ടീൻ ആണ്. കൈനേസ് പ്രോട്ടീൻ മാത്രമല്ല, ഇത് കാണുന്നത് ബാക്ടീരിയന്റെ മെംബ്രെയിനിലാണ്.
ഇതൊരു മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്, കൈനേസ് പ്രോട്ടീനുമാണ്. അപ്പൊ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്ലാന്റിന്റെ റൂട്ടിലോ ഷൂട്ടിലോ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൂണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അസറ്റോസിറിഞ്ചോൺ പോലത്തെ ചില ഫീനോൾ കോമ്പൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അസറ്റോസിറിഞ്ചോൺ ഉള്ള ഫീനോൾസ് ഫോം ചെയ്യും. ഈ ഫീനോൾസിന്റെ റിസപ്റ്റർ ആയിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത്? വിർ എ. ഇത് എന്ത് ചെയ്യും? ബാക്ടീരിയന് മെംബ്രെയിനുള്ള വിർ എ റെക്കഗ്നൈസ് ചെയ്ത് റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന വഴി അതിന്റെ കൂടെയുള്ള വിർ ജീനെ ആക്ടിവേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഫോസ്ഫോറിലേറ്റ് ചെയ്ത് വിർ ജീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന വഴി വിർ ജി ആക്ടിവേറ്റ് ആവും. ഇത് വിർ ജി ആക്ടിവേറ്റ് ആവുമ്പോൾ അതൊരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. അത് മറ്റു വിർ ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ മറ്റു വെച്ചിട്ടുണ്ടെങ്കിൽ വിർ D1 ആൻഡ് D2. D2 ഒരു എൻഡോന്യൂക്ലിയസ് ആണ്. നമ്മൾ പറഞ്ഞു TI പ്ലാസ്മിഡിൽ നിന്നും നമുക്ക് ആരെ കട്ട് ചെയ്യണം? tDNA കട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ D2. വിർ D2 ഒരു എൻഡോന്യൂക്ലിയസ് ആണ്. അതാണ് tDNA കട്ട് ചെയ്ത് റൈറ്റ് ബോർഡറിൽ കട്ട് ചെയ്യുന്നത് ആരാണ്? ഈ എൻഡോന്യൂക്ലിയസ് D2 ആണ്. അപ്പം അതിനെ സഹായിക്കുന്നതാണ് വിർ D1. D1 ഒരു ടോപ്പോ ഐസോമറേസ് ആണ്. അത് T2-നെ കറക്റ്റ് ആ സീക്വൻസിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് D1 ചെയ്യുന്നത്. വിർ D എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ ബാക്ടീരിയ പാത്തോജൻ ആണല്ലോ. അതിന് ഓരോന്നിനും പാത്തോജൻസിറ്റി ഉണ്ട്. അതിന് ഡിസീസ് കോസ് ചെയ്യാനുള്ള എബിലിറ്റി. അതിന്റെ വിർലൻസ് എന്തോ ഒരു എബിലിറ്റി, ഓരോന്നിനും ഓരോ വിർലൻസ് ആയിരിക്കും. ആ എബിലിറ്റിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? വിർ D ആണ് കൺട്രോൾ ചെയ്യുന്നത്. അടുത്ത വിർ D2-ന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എൻഡ് 5' എൻഡ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കും. ആ എക്സോ ന്യൂക്ലിയസ് എന്ന വഴി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇത് പ്രിവെന്റ് ചെയ്യും. എക്സോ ന്യൂക്ലിയസിന്റെ ഒക്കെ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ D2 സഹായിക്കും. കാരണം അവരവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കും. അപ്പം വേറെ എക്സോ ന്യൂക്ലിയസിന് വന്ന് കട്ട് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ പറ്റത്തില്ല. അടുത്താണ് വിർ E2. ഇത് നമ്മുടെ പ്ലാന്റിലേക്ക് നമ്മൾ tRNA എൻ്റർ ചെയ്യുമല്ലോ. അപ്പം പ്ലാന്റിലുള്ള ന്യൂക്ലിയസുകളൊക്കെ ഉണ്ടല്ലോ കട്ട് ചെയ്യുന്നത്, ആ ന്യൂക്ലിയസുകളൊന്നും ഈ tDNA കട്ട് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രിവെന്റ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? E2. വിർ E ആൻഡ് E2. അടുത്താണ് വിർ C. ഈ ട്രാൻസ്ഫറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് വിർ C ചെയ്യുന്നത്. അടുത്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വിർ B/D4. വിർ B ആൻഡ് D4 ചെയ്യുന്നത് ഇതൊരു ടൈപ്പ് 4 സെക്രീഷൻ സിസ്റ്റം ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചാനൽ ഉണ്ടാക്കുകയാണ് നമ്മളുടെ പ്ലാന്റിനും ബാക്ടീരിയക്കും കൂടി. അവിടുന്ന് ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരു പോർ ചാനൽ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഈ ഡി ട്രാൻസ്ഫർ ചെയ്യാൻ. അതാണ് ടൈപ്പ് 4 സെക്രീഷൻ സിസ്റ്റം എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്, വിർ ബി ആൻഡ് D4. അടുത്ത ലാസ്റ്റ് വൺ വിർ D2 ആൻഡ് E2 ചെയ്യുന്നത് എന്താണ്? അവയോട് പറഞ്ഞു ഇവ എന്ത് ചെയ്യും? ഈ tDNA കൂടെ നമ്മുടെ പ്ലാന്റിന്റെ സെല്ലിൽ എൻ്റർ ചെയ്യും. കാരണം അത് D2 ഒരു 5' ഇതിലൊക്കെ എക്സോ ന്യൂക്ലിയസിന്റെ അറ്റാക്ക് വരാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. E2 അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി അതിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. അപ്പൊ ഇങ്ങനെ ബൈൻഡ് ചെയ്തുകൊണ്ട് ഇവയുടെ മുകളിൽ എന്തുണ്ടാവും? ഒരു ന്യൂക്ലിയർ ലോക്കലൈസ് സിഗ്നൽ ഉണ്ടാവും. ഈ ന്യൂക്ലിയസിലേക്ക്, പ്ലാന്റിന്റെ ന്യൂക്ലിയസിലേക്ക് പോകാനുള്ള സിഗ്നൽ ഇവയിലാണ് ഉള്ളത്, ഈ വിർ E2 ആൻഡ് D2. അപ്പം ഇവയുടെ ഹെൽപ്പോട് കൂടിയാണ് പ്ലാന്റിലേക്ക് ഈ tDNA റീജിയൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം വിർ എ ഉണ്ട്, ആദ്യത്തെ റിസപ്റ്റർ അസറ്റോസിൻറ്റമുള്ള ഫീനോളിക് കോമ്പൗണ്ടിന്റെ റിസപ്റ്റർ ആണ് വിർ എ. അത് ആക്ടിവേറ്റ് ആവുന്ന വഴി വിർ ജീനെ ആക്ടിവേറ്റ് ആക്കുന്നു ഫോസ്ഫോറിലേറ്റ് ചെയ്ത്. വിർ ജി ആക്ടിവേറ്റ് ആവുന്നതോടെ ബാക്കി എല്ലാ ജീൻസിനെയും ആക്ടിവേറ്റ് ആക്കുന്നു? വിർ ജി ആക്ടിവേറ്റ് ആക്കുന്നു. അതിൽ D2 ഒരു എൻഡോന്യൂക്ലിയസ് ആണ്. tDNA കട്ട് ചെയ്യുന്നത് ആരാണ്? D2 ആണ്. അതിന് സഹായിക്കുന്ന D1 ആണ്. വിർ ഡി എന്തിട്ട് ചെയ്യുന്നു? ബാക്ടീരിയത്തിന്റെ വിർലൻസ് ആക്ടിവിറ്റിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഈ വിർ E ആൻഡ് E2 എന്ന് ചെയ്യുന്നത് എന്താണ്? എൻഡോന്യൂക്ലിയസ് അല്ല, പ്ലാന്റിനുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിന്റെ ആക്ടിവിറ്റി അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി വിർ E ആൻഡ് E2 ഒക്കെയാണ് സഹായിക്കുന്നത്. അതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. വിർ C ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ഫറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക.
അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് വിർ ബി ആൻഡ് D4. അതൊരു ടൈപ്പ് ഫോഴ്സ് സെക്രീഷൻ സിസ്റ്റം ആണ്. ഒരു ചാനൽ ഉണ്ടാക്കുകയാണ്. പ്ലാന്റിനും ബാക്ടീരിയ സെല്ലിനും നമ്മൾ ഒരു ചാനൽ ഉണ്ടാക്കി ഈ tDNA ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് വിർ ബി ആൻഡ് D4 ആണ്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിലേക്ക് കടക്കാൻ വേണ്ടി ഈ ഒരു tDNA ന്യൂക്ലിയസിലേക്ക് കടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് വിർ D2 ആൻഡ് E2 ആണ്. അതിന് അവർക്ക് എന്തുണ്ട്? NLS ന്യൂക്ലിയർ ലൊക്കലൈസേഷൻ സിഗ്നൽ. മനസ്സിലായല്ലോ? എല്ലാവരും ഇത് നന്നായി റിവിഷൻ ചെയ്യണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഞാൻ പ്രൊസീജിയർ ഒന്ന് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ എങ്ങനെ നടക്കുന്ന ഒരു പിക്ചറൈസേഷൻ വഴി നോക്കാം. ഇതൊരു പ്ലാന്റ് സെല്ലാണ്, ഇത് ബാക്ടീരിയ അഗ്രോ ബാക്ടീരിയത്തിന്റെ സെല്ലാണ്. അപ്പൊ നമ്മുടെ പ്ലാന്റ് സെല്ലിൽ നിന്ന് വൂണ്ടോ ഇൻഫെക്ഷനോ വഴി ഒരു സിഗ്നൽ ബാക്ടീരിയ സെല്ലിന് ലഭിക്കുന്നു. സിഗ്നൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീനോൾസ് കോമ്പൗണ്ട് ആയിട്ട് അസറ്റോസിറിനം പോലത്തെ ഫീനോൾസ് കോമ്പൗണ്ട് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആര് റെക്കഗ്നൈസ് ചെയ്യുന്നു? ബാക്ടീരിയ സെല്ലിന്റെ മെംബ്രെയിനിലുള്ള വിർ എ ജീൻ റെക്കഗ്നൈസ് ചെയ്ത് ബൈൻഡ് ചെയ്യുന്നു, റിസപ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതപ്പം വിർ എ ആക്ടിവേറ്റ് ആവുന്നു. വിർ എ ആക്ടിവേറ്റ് ആവുന്നതോടെ അതൊരു കൈനേസ് പ്രോട്ടീൻ ആണ്. അപ്പം വിർ ജീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് വിർ ജീനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. വിർ ജി ആക്ടിവേറ്റ് ആവുന്നതോടെ അതൊരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. അത് മറ്റ് വിർ റീജിയൻ ഭാഗത്തുള്ള വിർ ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് ഇവിടെ ആക്ടിവേറ്റ് ആവുന്നു. അതുവഴി ആക്ടിവേറ്റ് ആവുന്നതാണ് വിർ D1 D2. ഈ D2 ഒരു എൻഡോ ന്യൂക്ലിയസ് ആണ്. നമ്മുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ ഉള്ള tDNA ഉണ്ടല്ലോ, tDNA സിംഗിൾ സ്റ്റാൻഡ് ആയിട്ട് കട്ട് ചെയ്യുന്ന ആരാണ്? D2 ആണ്. അതിന് സഹായിക്കുന്നതാണ് D1. വിർ D1 ഒരു ടോപ്പോ ഐസോമെറസ് ആണ്. കറക്റ്റ് ആ റൈറ്റ് ബോർഡും ലെഫ്റ്റ് ബോർഡും കട്ട് ചെയ്യാൻ വേണ്ടി D1 ആണ് D2 ഹെൽപ്പ് ചെയ്യുന്നത്. D2 ഒരു എൻഡോ ന്യൂക്ലിയസ് ആണ്. D2 5' എൻഡിൽ അറ്റാച്ച് ചെയ്ത് തന്നെ നിൽക്കും. കാരണം മറ്റേ എക്സോ ന്യൂക്ലിയസിന്റെ ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ D2 ഇവിടെ തന്നെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ കൂടെ തന്നെ വിർ E2 ഉണ്ട്. വിർ E2 ഒരു സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. അത് ബൈൻഡ് ചെയ്ത് ഈ സ്ട്രാൻഡിനെ മൊത്തം ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത് ന്യൂക്ലിയസ് പോലുള്ള എൻസൈമുകളുടെ ആക്ടിവിറ്റിയിൽ നിന്നും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പ്ലാന്റ് സെല്ലിലൊക്കെ ഒരുപാട് ന്യൂക്ലിയസ് എൻസൈമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെ കട്ട് ചെയ്ത് കളയും നമ്മൾക്ക് ടി സ്ട്രാൻഡിനെ. അതിനെ കട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഈ വിർ E2 വിർ D2 ഒക്കെ അതിനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്. വിർ എഫ് ഒരു യുബിക്വിറ്റിൻ ലൈഗേസ് സിസ്റ്റം ആണ്. വെച്ചാൽ നമ്മളെ ഇവിടെ അത് പറയാം, ഇത് നമ്മുടെ ടി സ്ട്രാൻഡ് എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നു. അത് ഈ വിർ ബി D4 വിർ ജീനുകൾ ഉണ്ടല്ലോ, ഒരു ചാനൽ ഉണ്ടാക്കും ഇവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അതാണ് ടൈപ്പ് 4 സെക്രട്ടറി സിസ്റ്റം. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. വിർ ബി ബാർ D1 D4 അതാണ് ടൈപ്പ് 4 സെക്രട്ടറി സിസ്റ്റം. അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി ഈ നമ്മുടെ ടി സ്റ്റാൻഡിനെ നമ്മുടെ പ്ലാന്റ് സെല്ലിലേക്ക് കടത്തി വിടുന്നു. പ്ലാന്റ് സെല്ലിന് കൂടെ അപ്പൊ ആരൊക്കെ പോകുന്നുണ്ട്? D2 ഉണ്ട്, E2 ഉണ്ട്. കാരണം ഇവയെ നമ്മുടെ ന്യൂക്ലിയസ് പോലുള്ള എൻസൈമുകളിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ വിർ D2-ലും E2-ലും ന്യൂക്ലിയർ ലൊക്കലൈസേഷൻ സിഗ്നൽ ഉണ്ടെന്ന് പറഞ്ഞു. NLS ഉണ്ട്. അപ്പൊ അവ എന്ത് ചെയ്യും? കറക്റ്റ് ന്യൂക്ലിയസിന്റെ അകത്തേക്ക് കടക്കാൻ ഇവയെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അകത്ത് കടക്കുന്നതും നമുക്ക് പിന്നെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ E2-ന്റെ D2-ന്റെ ആവശ്യമൊന്നുമില്ല. അവയെ വിർ EF എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്ത് കളയും. അങ്ങനെ ടി സ്ട്രാൻഡ് tDNA നമ്മുടെ പ്ലാന്റിന്റെ ജീനോമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞതാണ്. എല്ലാവരും റിവൈസ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് CSIR-ന്റെ. ഫസ്റ്റ് വൺ, match the following viral proteins with their correct function during agrobacterium mediated transfer of tDNA to plant cell. അപ്പം വിർ പ്രോട്ടീൻ ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ ഫംഗ്ഷൻ അത് കറക്റ്റ് ഏതൊക്കെയാന്ന് മാച്ച് ചെയ്തിട്ട് ഇവിടെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ വിർജി ഓർമ്മയുണ്ടോ? വിർജീന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ആദ്യം വിർ എ ആയിരുന്നു. വിർ എ ആരെ? വിർജീനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. വിർജി ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ അത് വിർ ജീനുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാണ് വിർജീന്റെ ഫംഗ്ഷൻ. നമുക്ക് ഇവിടെ ഫംഗ്ഷൻ നോക്കാം. ഇൻഡക്ഷൻ ഓഫ് വിർജീൻസ്, അതാണ് ആക്ടിവേഷൻ ഓഫ് വിർജീൻസ് എന്ന് പറയുന്നത്. അപ്പം എ എവിടെയാണ്? 4. A4-ലുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, സെക്കൻഡ് വൺ മാത്രമാണ് A4-ലുള്ള ഓപ്ഷൻ. നമുക്ക് പെട്ടെന്ന് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുകയും ചെയ്യാം കറക്റ്റ് ആയിട്ട് അറിയുകയാണെങ്കിൽ, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ.
ഇനി നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. ഇനി ബാക്കി ഒരു ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നോക്കാം, ഓർമ്മയുണ്ടോ നോക്കാം. ഇതൊരു D2 ഫംഗ്ഷൻ എന്തായിരുന്നു? ഇതൊരു D2 ന്യൂക്ലിയസ് ടാർഗറ്റിംഗ് ഓഫ് TDNA ആണോ? അല്ലേ? ന്യൂക്ലിയസിലേക്ക് ഞാൻ പറഞ്ഞു എൻഡോന്യൂക്ലിയസ് ആണ്. അതിന്റെ കൂടെ ന്യൂക്ലിയസിനുള്ളിലേക്ക് കടക്കാനുള്ള NLS ന്യൂക്ലിയർ ലൊക്കലൈസേഷൻ സിഗ്നൽ എന്തിലുണ്ട്? നമ്മുടെ D2 അപ്പൊ ന്യൂക്ലിയസിലേക്ക് പ്ലാന്റിന്റെ ന്യൂക്ലിയസിലേക്ക് കടക്കാൻ ആരാണ് സഹായിക്കുന്നത്? D2ന്റെ ഒരു ഫംഗ്ഷനും കൂടി അതാണ്. അപ്പം B എന്താണ്? 1 ആണ്. D2 മാത്രമല്ല E2 എന്തുണ്ട്? NLS ഉണ്ട്. അടുത്താണ് B1. B1ന്റെ ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ? B1 component of membrane structure, transfer apparatus, type 4 system, secretary system ഓർമ്മയില്ലേ? അതാണ് B1ന്റെ ഫംഗ്ഷൻ. ഇത് നേരത്തെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. VIR-F എന്തായിരുന്നു? ഒരു പ്രോട്ടിയോസോം മീഡിയേറ്റർ ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോട്ടീൻസ് കോട്ടിംഗ് വിത്ത് TDNA കോംപ്ലക്സ്. ആ TDNA കോംപ്ലക്സിലുള്ള TDNA കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ TDNA ഉണ്ട്, E2 ഉണ്ട്, D2 ഉണ്ട്. ന്യൂക്ലിയസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ E2 D2 ആവശ്യകതയില്ല. അതിനെ ഡിഗ്രേഡ് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പ്രോട്ടിയോസോം മീഡിയേറ്റർ ആയിട്ടുള്ള ജീനാണ് VIR-F. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് കരുതുന്നു. നിങ്ങൾ തന്നെ സ്വയം ഒന്നുകൂടി ചെയ്തു നോക്കാം. നിങ്ങൾ തന്നെ ബാക്കിയുള്ള ജീനുകളിൽ ഒരു ജീൻ സൈഡ് പുറട്ട് ചെയ്ത് ഷഫിൾ ചെയ്ത് ഫങ്ഷൻസ് ഒക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. Agrobacterium TI plasmid vectors are used to generate transgenic plants. The following are examples of VIR genes encoded with proteins that are important for transfer of tDNA into the plants. A option. VIR-E, a single-stranded DNA binding protein. VIR-D2, that generates T-strand. VIR-A, that senses plant phenolic compound. VIR-F, which direct decomplex proteins for destruction in proteosomes. Which one of the following combination of proteins functions inside the plant cell? Inside the plant cell. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇവിടെ ഓപ്ഷൻസ് 4 ശരിയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇൻസൈഡ് പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോട്ടീൻ ഫംഗ്ഷൻ എന്തൊക്കെയാണ്. ഇവിടെ ബാക്ടീരിയൽ സെല്ലിലെ കാര്യമുണ്ട്, പ്ലാന്റ് സെല്ലിൽ നടക്കുന്നതുകൊണ്ട്. അപ്പൊ പ്ലാന്റ് സെല്ലിലും വർക്ക് ചെയ്യുന്ന ജീൻസ് ഏതാ നമുക്ക് ഓർക്കണം. VIR-E, a single strand binding protein. ശരിയല്ലേ? VIR-E2 ബൈൻഡ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡ് മറ്റേ നമ്മുടെ ന്യൂക്ലിയസ് ആക്ടിവിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബൈൻഡ് ചെയ്യുന്നത്. അപ്പം അത് പ്ലാന്റ് സെല്ലിൽ കിടക്കുന്നുണ്ട്, ന്യൂക്ലിയസിനുള്ളിലേക്ക് കിടക്കുന്നുണ്ട്, അതിന് ന്യൂക്ലിയസിനുള്ളിലേക്ക് കിടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം A ശരിയാണ്, A ഓപ്ഷൻ ശരിയാണ്. A ഓപ്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. 3-ല് A ഓപ്ഷനിൽ B ആൻഡ് ഓൺലി ഉള്ളൂ. അപ്പം വേറെ എന്തെങ്കിലും ഇത് നോക്കിയേ, C ഓപ്ഷൻ പെട്ടെന്ന് ഡയറക്റ്റ് നമ്മൾ നോക്കിയേ. VIR-A, that senses plant phenolic compound. ഇത് VIR-A ചെയ്യുന്നത് പ്ലാന്റിൽ നിന്ന് വരുന്ന ഫീനോൾ കോമ്പൗണ്ടിനെ സെൻസ് ചെയ്യുക തന്നെയാണ്. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്ന നമ്മുടെ ബാക്ടീരിയ സെല്ലിന്റെ മെംബ്രെയിനിലാണ്. പക്ഷെ പ്ലാന്റ് സെല്ലിലേക്ക് കടക്കുകയോ ഒന്നുമില്ല. പ്ലാന്റ് സെല്ലിൽ നിന്ന് വരുന്ന മോളിക്യൂൾസ് സെൻസ് ചെയ്യുന്നു. അപ്പം C എന്ന ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ ചോദിച്ച പ്രകാരം തെറ്റാണ്. C ഓപ്ഷൻ ഉള്ളതൊക്കെ തെറ്റാണ്, നമുക്ക് ഒഴിവാക്കാം. Aയും 1ഉം 2ഉം C ഓപ്ഷൻ ഉണ്ട്, അപ്പൊ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ആകെ ഇനി 4 ആണ് ഓപ്ഷൻ വരുന്നത്. ഇപ്പൊ കണ്ടോ, നമുക്ക് അറിയാവുന്ന ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഒക്കെ ഡിസ്കാർഡ് ചെയ്ത് കളയാം. ബാക്കി വരുന്നത് പിന്നെ അനലൈസ് ചെയ്താൽ മതി. ഇപ്പൊ ഒറ്റ ഓപ്ഷനെ ബാക്കി വന്നിട്ടുള്ളൂ. ഈ 3 എണ്ണത്തിൽ C ഉണ്ടായിരുന്നു. A, B, D എന്നാണ് ഇവിടെ പറയാം. അപ്പൊ B നോക്കാം. VIR-D2 that generate T-strand. ശരിയാണ്, T-strand ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ D2 അതിനോട് അറ്റാച്ച് 5' അറ്റാച്ച് ചെയ്ത് അത് നമ്മുടെ പ്ലാന്റ് സെല്ലിനുള്ളിലേക്ക് കടക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ന്യൂക്ലിയസിനുള്ളിലേക്ക് കടന്ന് അവിടെ വെച്ചാണ് അത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത്, ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. അപ്പം D2 ശരിയാണ്, Bയും ശരിയാണ്. F, VIR-F, which direct decomplex proteins for destruction in proteosomes. ലാസ്റ്റ് പറഞ്ഞ നമ്മൾ ജീൻസ് പഠിച്ചതാണ്.
ഈ ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിർഎഫ് ആണ്. അത് പ്ലാന്റിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. അപ്പം അതും ശരിയാണ്. അപ്പൊ എ ബി ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പം ഡയറക്റ്റ് നമ്മൾ മാച്ച് ദ ഫോളോയിലും അങ്ങനെ ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. അപ്പം ഇവിടെ തന്നത് മാത്രം വായിക്കാതെ ഈ ഉള്ളത് കൊണ്ടുകൂടി വായിച്ച് ക്ലിയർ ആയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ തെറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യനിലും സ്റ്റേറ്റ്മെന്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. While designing an experiment for agrobacterium mediated plant transformation, a student noted down the following points. സ്റ്റുഡന്റ് agrobacterium mediated ഉള്ള എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ്സുകളൊക്കെ എഴുതി. അപ്പൊ അതിൽ ഇത്ര 4 പോയിന്റുകളാണ്. Which one of the following combination above statement is correct? ഈ മോളിൽ തന്ന സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ശരിയെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ വായിച്ചു നോക്കാം. എ TI and RI plasmidi induce crown gall and hairy root disease respectively. നമ്മൾ നേരത്തെ പഠിച്ചിട്ടാണ് TI ട്യൂമർ ഇൻഡ്യൂസിങ്ങും RI ഹെയറി റൂട്ട് ഇൻഡ്യൂസിങ്ങും ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. എ ഓപ്ഷൻ ഉള്ളതൊക്കെ ശരിയാണ്. സെക്കൻഡ് വണ്ണില് എ ഓപ്ഷൻ ഇല്ല, അത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ബി enzymes octopine synthase and nopalin synthase involved in the synthesis of octopine and nopalin respectively are encoded by tDNA. ഒപ്പിൻ സിന്തസിസ് എന്ന് പറഞ്ഞ റീജിയൻ നമ്മൾ tDNA റീജിയനിൽ കണ്ടിരുന്നു. അങ്ങനെ അതിന്റെ പല എൻസൈമുകളാണിത്. ഒക്ടോപൈൻ സിന്തേസ് ആൻഡ് നൊപ്പാലിൻ സിന്തേസ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പീനാണിത്. ഒക്ടോപൈൻ ആൻഡ് നൊപ്പാലിൻ ഇതും tDNA റീജിയനിലാണ് നമ്മൾ കണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റും വളരെ ശരിയാണ്. അപ്പം ബി ഉള്ള സ്റ്റേറ്റ്മെന്റും നമുക്ക് വേണം. തേർഡ് വണ്ണില് ബി ഓപ്ഷൻ ഇല്ല, ഇതും തെറ്റാണ്. All the 6 Vir genes, Vir A, Vir B, Vir C, Vir D, Vir E and Vir G are absolutely required for the virulence. ശരിയാണോ? ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഹൊറിസോണ്ടലി ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഇതിന്റെ ഒക്കെ ആവശ്യകതയുണ്ട്, റിക്വയർമെന്റ് ഉണ്ട്. പക്ഷെ വിർലൻസിനുള്ളത് ഇതാണോ? വിർ സി മാത്രമാണ് നമ്മളുടെ വിർലൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ അതർ ഫങ്ഷൻസ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കൊണ്ട് തന്നെ സി ഓപ്ഷൻ ഉള്ളതൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ അങ്ങനെ ഡിസ്കാർഡ് ചെയ്തു. ഈ ഓപ്ഷൻ നമ്മൾ അങ്ങനെ ഡിസ്കാർഡ് ചെയ്യുന്നു. ഓക്കെ, ശരി ഓപ്ഷൻ നമ്മൾ എത്തി. ശരിയായ ഒരു കറക്റ്റ് ഓപ്ഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ്മെന്റോട് നോക്കാം. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് 25 ബേസ് പെയർ ഡിഫറെന്റ് റിപ്പീറ്റ് സീക്വൻസ് flanking all TI and RI plasmid in the T region is essential for tDNA transfer. നമുക്കറിയാം tDNA റീജിയനിൽ ആദ്യത്തെ ലെഫ്റ്റ് ബോർഡറും റൈറ്റ് ബോർഡറും ഉണ്ട്. ആ രണ്ട് സൈഡിൽ ഒരു പ്രത്യേക സീക്വൻസ് ഉണ്ട്. അതിനെ റെക്കഗ്നൈസ് ചെയ്താണ് നമ്മൾ എൻഡോന്യൂക്ലിയസ് D2 ക്ലീവ് ചെയ്തിട്ട് അവരെ സെപ്പറേറ്റ് ആക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം 25 ബേസ് പെയർ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് അവിടെ ഉണ്ട്, റിപ്പീറ്റ് സീക്വൻസ് അവിടെ ഉണ്ട്. അത് വളരെ അത്യാവശ്യമാണ് ഈ ജീൻ ട്രാൻസ്ഫറിന്, ഈ tDNA ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പ്ലാന്റിലേക്ക്. അപ്പം ABD ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ മനസ്സിലായല്ലോ? നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. എന്താണ് ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ, നേരത്തെ പറഞ്ഞ പ്ലാന്റിന്റെ സെല്ലിലാണോ ബാക്ടീരിയൻ സെല്ലിലാണോ നടക്കുന്ന ഫങ്ഷൻ ചോദിക്കുന്നതൊക്കെ നോക്കുക. കൂടാതെ ഓരോന്ന് വായിക്കുമ്പോൾ ഡിസ്കാർഡ് ചെയ്യാൻ മാക്സിമം ഓപ്ഷൻ ഒക്കെ ഡിസ്കാർഡ് ചെയ്യുക. തെറ്റാണ് അത്രയും ഇതുള്ളതൊക്കെ നിങ്ങൾ ഡിസ്കാർഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആൻസറിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിൽ എത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും റിവിഷൻ ചെയ്യുക, നന്നായി പഠിക്കണം. താങ്ക് യു. That's all for now. എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. All the best and thank you.